കൈക്കൂലി കേസിൽ പാലക്കാട് ഫയർ സ്റ്റേഷൻ ഓഫീസർ ഫിറേഷിന് സസ്പെൻഷൻ. വിജിലൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് അഗ്നിരക്ഷാസേന വകുപ്പിന്റെ നടപടി. ശ്രീകുമാരൻ പാലക്കാട് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് സംഭവിച്ചത്? ആരിൽ നിന്ന് എത്ര രൂപ എന്തിന് കൈക്കൂലി വാങ്ങി? താരതമ്യേന കൈക്കൂലിക്ക് സ്കോപ്പ് കുറഞ്ഞൊരു വകുപ്പ് കൂടിയാണല്ലോ. സുരക്ഷ സംബന്ധിച്ച സർട്ടിഫിക്കറ്റിനാണോ കൈക്കൂലി? ആര് പറഞ്ഞു സ്കോപ്പ് കുറഞ്ഞ വകുപ്പാണെന്ന്? സുരക്ഷ സംബന്ധിച്ച സർട്ടിഫിക്കറ്റിന് കൈക്കൂലി ചെറുതൊന്നുമല്ല പല ഫയർ ഓഫീസിലും വാങ്ങുന്നത് എന്ന വിവരമാണ് വിജിലൻസിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പാലക്കാട് നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ബാർ ഉടമയിൽ നിന്ന് 75,000 രൂപയാണ് ഏജന്റ് മുഖാന്തരം കൈക്കൂലി ആവശ്യപ്പെട്ടത്. 75,000 രൂപ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഏജന്റിന് കൈമാറിയിരുന്നു. ഫയർ സ്റ്റേഷൻ ഓഫീസിലെത്തി ഹിറേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് ഈ കൈക്കൂലി കൊടുക്കാൻ ശ്രമിക്കുന്നതിനിടെ പെട്ടെന്ന് തന്നെ ഏജന്റ് വിജിലൻസിനെ കണ്ട് മുങ്ങുകയായിരുന്നു. അതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിജിലൻസ്. ആ വിജിലൻസിന്റെ റിപ്പോർട്ട് അഗ്നിശമന സേനാ വകുപ്പിന് കൈമാറി എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇന്നലെ വൈകുന്നേരം ഹിറേഷിനെ, ഈ പാലക്കാട് ഫയർ സ്റ്റേഷൻ ഓഫീസർ ഹിറേഷിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളൊരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. മറ്റു നടപടിക്രമങ്ങൾ ഇയാൾ അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ വിജിലൻസ് അന്തിമമായൊരു തീരുമാനമെടുക്കും. എന്തായാലും ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ തർക്കമില്ല. കൂടുതൽ കേസുകൾ ഇദ്ദേഹത്തിനെതിരെ ഉണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. എന്തായാലും 75,000 രൂപ കൈക്കൂലി ഈ ബാർ ഉടമ മറ്റൊരു ഏജന്റിന് നൽകി. ഏജന്റ് ഇത് കൈമാറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ അവിടെ വിജിലൻസിനെ കണ്ട് മുങ്ങുന്നത്. പിന്നീട് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് ഇയാൾക്കുള്ളത്, ഹിറേഷിനുള്ളത് തന്നെയാണ് എന്ന് ബോധ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. എന്തായാലും ഫയർ സ്റ്റേഷൻ ഓഫീസറെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത് ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. സുഹൈൽ, ഈ ശ്രീജിത്ത് തുടരുക. ശ്രീജിത്ത് പറഞ്ഞതുപോലെ എല്ലാ വകുപ്പുകളിലും സ്കോപ്പുകൾ ഏറെയാണ്. ഈ പറഞ്ഞതുപോലെ സുരക്ഷ സംബന്ധിച്ചൊക്കെ കൈക്കൂലി വാങ്ങിയാൽ ആ കെട്ടിടത്തിൻ്റെയൊക്കെ സുരക്ഷ പിന്നീട് എന്താകും? അവിടെ താമസിക്കുന്ന, അവിടെ ജീവിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ ജീവനിലേക്കടക്കം ആശങ്ക ഉയർത്തുന്ന കൈക്കൂലി കൂടിയാണ് ഫയർ സ്റ്റേഷൻ ഓഫീസർ വാങ്ങിയിരിക്കുന്നത്.